ഇപ്പോഴും നിയമയുദ്ധങ്ങളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും വിവാദങ്ങളുടെയും വലയിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രധാന വിഷയമാണ് വഖഫ്. മോദി സർക്കാർ പരിഷ്കാരങ്ങൾക്കായി മുന്നോട്ട് വന്നതോടെ വഖഫിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് പുതിയ തീവ്രത കൈവന്നിരിക്കുകയാണ്. ഇസ്ലാമിക നിയമങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ വഖഫ് ബോഡി ഇന്ത്യയിലെ മതപരവും സാംസ്കാരികവുമായ ചലനാത്മകതയെ സ്വാധീനിക്കുക മാത്രമല്ല, ഭൂവുടമസ്ഥതയും ഭരണവും സംബന്ധിച്ച വൈരുദ്ധ്യങ്ങൾക്കും കാരണമായി. മനസ്സിലായില്ല അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിലും ഏത് സാധാരണക്കാരനാണ് മനസ്സിലാവുക? നമുക്ക് ആദ്യം ഈ വഖഫ് എന്താണെന്ന് പരിശോധിക്കാം. മുസ്ലിങ്ങളുടെ ഒരു ദാന രീതിയാണ് വഖഫ്. സക്കാത്ത് കൊടുക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു പരിപാടി. സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്വത്ത് ദൈവപ്രീതി കാംക്ഷിച്ച് നൽകുന്ന ദാനമാണ് വഖഫ്. മനുഷ്യ നന്മയ്ക്കായി നീക്കിവെക്കുന്ന ദാനങ്ങൾ എന്നെന്നും നിലനിൽക്കണമെന്നും അന്യാധീനപ്പെടാതെ ഒരു മനുഷ്യ നന്മയ്ക്കായി മാറ്റിവെക്കുന്ന സ്വത്തുക്കൾ സമൂഹത്തിലെ പൊതു നന്മകൾ പരിപോഷിപ്പിക്കും എന്നും ഇസ്ലാം മനസ്സിലാക്കുന്നു. മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, ഖബറിടങ്ങൾ, സൂഫി ദർഗകൾ എന്നിവയെല്ലാം സംരക്ഷിക്കപ്പെട്ടു വരുന്നത് ഈ വഖഫ് തത്വം അനുസരിച്ചാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഹജ്ജിനൊക്കെ പോകുമ്പോൾ കടം തീർത്ത് ഇസ്ലാം മത വിശ്വാസികൾ കൊടുക്കാനുള്ളതെല്ലാം അരിയായും തുണിയായും പണമായും കൊടുത്തു തീർത്ത് പോകുന്നത്. അതുപോലെ പണ്ട് കാലത്ത് മനുഷ്യ നന്മ ഉദ്ദേശിച്ച് ഇസ്ലാം മത വിശ്വാസികളായ പൂർവികരാരോ ചെയ്ത വലിയ നന്മയാണ് ഇന്ന് മതസ്പർദ്ധയുണ്ടായേക്കാവുന്ന വലിയ വിഷയമായി മാറിയിരിക്കുന്നത്. ഇനി എന്താണ് ഈ വഖഫ് ബോർഡ് എന്നതിനെ കുറിച്ച് പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ 26-ാം വകുപ്പ് ഇന്ത്യയിലെ എല്ലാ മതസ്ഥർക്കും തങ്ങളുടെ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും കൈകാര്യം ചെയ്യാനും മൗലികാവകാശം ഉറപ്പു നൽകുന്നു. എല്ലാ മതസമുദായങ്ങളിലും ഈ കൃത്യനിർവഹണത്തിന് സർക്കാർ പിന്തുണയുള്ള സംവിധാനങ്ങളുണ്ട്. ഹിന്ദു സമുദായത്തിൽ വിവിധ മത എൻഡോവ്മെന്റ് നിയമങ്ങൾ അനുസരിച്ച് ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങളാണുള്ളത്. സിഖ് സമുദായത്തിന് ഗുരുദ്വാര നടത്തിപ്പിന് പ്രത്യേക നിയമം തന്നെയുണ്ട്. വിവിധ ക്രൈസ്തവ സഭകൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് അവരുടെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരിപാലിക്കുന്നു. ഇതിന് സമാനമായി മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് വഖഫ് ബോർഡ്. ഇത് പ്രവർത്തിക്കുന്നത് 1995-ലെ വഖഫ് നിയമപ്രകാരമാണ്. ഇത്രയും പറഞ്ഞത് എന്താണ് വഖഫ് എന്നും വഖഫ് ബോർഡ് എന്നും മാത്രമാണ്. ഇനി എന്താണ് ഇതിലെ അപകടം എന്നതിനെ കുറിച്ച് പറയാം. വഖഫിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രാഥമിക തർക്കങ്ങളിൽ ഒന്ന് അതിന്റെ പരിധിയിൽ അവകാശപ്പെട്ട സ്വത്തുക്കളെ സംബന്ധിച്ചാണ്. ഇന്ത്യയിലുടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വഖഫായി രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് നയിച്ചു. ഈ അവകാശവാദങ്ങളുടെ വ്യാപ്തി വർഷങ്ങളായി വികസിച്ചു. ഈ ഇസ്ലാമിക സ്ഥാപനം ഭൂമി കയ്യേറ്റത്തിനായി ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് ആശങ്കകൾ ഉയർത്താനും ഇത് കാരണമായി. വഖഫ് ഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗമാണ് തർക്കത്തിന്റെ പ്രധാന വിഷയം. വഖഫ് സ്വത്തുക്കൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും പലതും ലാഭാധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കായി പുനർനിർമ്മിച്ചിരിക്കുന്നു. നിരവധി സന്ദർഭങ്ങളിൽ വഖഫ് ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട്. ഇതൊരു ചാരിറ്റബിൾ എൻഡോവ്മെന്റായി ഉദ്ദേശിച്ചതിനെ വരുമാനമുണ്ടാക്കുന്ന ഒരു സംരംഭമാക്കി മാറ്റി. ഇത്തരം ആചാരങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ആശയത്തെ തുരങ്കം വയ്ക്കുന്നുവെന്നും മതത്തിന്റെ പേരിൽ അന്യായമായി സമ്പത്ത് ശേഖരിക്കുന്നതിലേക്ക് നയിക്കുമെന്നും വാദിക്കുന്ന ഹിന്ദു ഗ്രൂപ്പുകൾക്കിടയിൽ വഖഫ് ഭൂമിയുടെ ഈ വാണിജ്യപരമായ വിനിയോഗം രോക്ഷത്തിന് കാരണമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള BJP സർക്കാർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഖഫ് നിയമത്തിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും സുതാര്യത വർദ്ധിപ്പിക്കാനും വഖഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം തടയാനും ശ്രമിക്കുന്നു. വഖഫ് ഭൂമി കൈകാര്യം ചെയ്യുന്നതിനായി കൂടുതൽ ശക്തമായ ചട്ടക്കൂട് സ്ഥാപിക്കുക, അവ ഉദ്ദേശിച്ച ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത്. തങ്ങളുടെ മതപരമായ അവകാശങ്ങൾക്ക് മേലുള്ള
ആക്രമണമാണ് ബില്ല് എന്ന് അവകാശപ്പെടുന്ന നിരവധി ഇസ്ലാമിക സംഘടനകളുടെ കടുത്ത എതിർപ്പാണ് നിർദ്ദിഷ്ട പരിഷ്കാരങ്ങൾ നേരിടുന്നത്. എന്നിരുന്നാലും വ്യക്തിപരവും വാണിജ്യപരവുമായ നേട്ടങ്ങൾക്കായി വഖഫിന്റെ വ്യാപകമായ ദുരുപയോഗം തടയേണ്ടത് ആവശ്യമാണെന്ന് ബില്ലിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. നിർദ്ദിഷ്ട ഭേദഗതികൾ പാസായാൽ ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. വഖഫ് ക്ലെയിമുകളുടെ നിർബന്ധിത പരിശോധനയാണ് പ്രധാന മാറ്റങ്ങളിൽ ഒന്ന്. നിയമാനുസൃതമായ സ്വത്തുക്കൾ മാത്രമേ വഖഫിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നതാണത്. വഖഫ് ഭൂമിയുടെ വാണിജ്യ ഉപയോഗത്തിന് ബിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ലാഭം ലക്ഷ്യമാക്കിയുള്ള വസ്തുക്കൾ പാട്ടത്തിന് നൽകുന്നത് തടയും. കൂടാതെ പലപ്പോഴും കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിക്കപ്പെടുന്ന വഖഫ് ബോർഡുകളിൽ സുതാര്യത വർദ്ധിപ്പിക്കാൻ മോദി സർക്കാർ ആഗ്രഹിക്കുന്നു. ഉത്തരവാദിത്വത്തിന്റെയും നീതിയുടെയും ആവശ്യകതയുമായി മതസമൂഹങ്ങളുടെ അവകാശങ്ങൾ സന്തുലിതമാക്കാനാണ് ഭേദഗതികൾ ലക്ഷ്യമിടുന്നത്. വിഭജന കാലത്ത് കുടിയേറിയവർ ഉപേക്ഷിച്ചു പോയ ഭൂമി വഖഫാക്കി മാറ്റുന്നതിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. വലിയ ജനവിഭാഗത്തിന്റെ അവകാശങ്ങളെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനായി ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ഒരു മാർഗമായാണ് പലരും ഈ നീക്കത്തെ കാണുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഭൂനയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പലർക്കും കൈപ്പേറിയ അനുഭവമാണ്. ഇത് പരിഷ്കരണത്തിനുള്ള ആവശ്യത്തിന് ആക്കം കൂട്ടുന്നു. വഖഫിന്റെ മറ്റൊരു വിവാദ വശം അതിന്റെ ഒഴിപ്പിക്കൽ സ്വഭാവമാണ്. ഈ വസ്തുക്കളുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്ന വഖഫ് ബോർഡുകൾ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ സ്ത്രീകളെയോ മറ്റു ചില ആളുകളെയോ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല. പൊതുജനക്ഷേമം സേവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെ തുല്യത, നീതി എന്നിവയെക്കുറിച്ച് ഇത് ചോദ്യങ്ങൾ ഉയർത്തുന്നു. മുസ്ലിം സമുദായത്തിലെ പ്രധാന വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യത്തിന്റെ അഭാവം നിലവിലെ സംവിധാനത്തിലെ ഒരു പിഴവ് തുറന്നു കാട്ടുന്നു. സമഗ്രമായ പരിഷ്കാരങ്ങളുടെ ആവശ്യകതയെ കൂടുതൽ ന്യായീകരിക്കുന്നു. നിർദ്ദിഷ്ട വഖഫ് പരിഷ്കാരങ്ങളെ രാജ്യത്തുടനീളമുള്ള ഹിന്ദു സംഘടനകൾ സ്വാഗതം ചെയ്തു. വഖഫ് ഭേദഗതി ബില്ലുമായി മുന്നോട്ടു പോകണമെന്നാവശ്യപ്പെട്ട ലക്ഷക്കണക്കിന് ഇമെയിലുകളാണ് സർക്കാരിന് വന്നിരിക്കുന്നത്. വഖഫ് മാനേജ്മെന്റിലെ ഉത്തരവാദിത്വത്തിനും സുതാര്യതയ്ക്കും വേണ്ടിയുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം ഈ ഇമെയിലുകൾ പ്രതിഫലിപ്പിക്കുന്നു. വഖഫ് ഭൂമികളുടെ ദുരുപയോഗം തടയേണ്ടതിന്റെയും എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും കുറിച്ച് ഹിന്ദു സംഘടനകൾ പ്രത്യേകിച്ചും വാചാലരാണ്. നിലവിൽ സർക്കാരിന് 10,000-കണക്കിന് ഇമെയിലുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് നിർദ്ദിഷ്ട പരിഷ്കാരങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നു. ഇന്ത്യയിൽ വഖഫിനെ കുറിച്ചുള്ള ചർച്ച കേവലം ഒരു നിയമപ്രശ്നം മാത്രമല്ല, അത് രാജ്യത്തെ വിശാലമായ രാഷ്ട്രീയ മതചലനാത്മകതയുടെ പ്രതിഫലനമാണ്. ഈ സ്ഥാപനത്തിന്റെ ദുരുപയോഗം തടയുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും പൊതു താൽപര്യം സംരക്ഷിക്കുന്നതിനുമുള്ള ധീരമായ ചുവടുവയ്പ്പാണ് മോദി സർക്കാരിന്റെ നിർദ്ദിഷ്ട വഖഫ് ഭേദഗതി ബിൽ പ്രതിനിധീകരിക്കുന്നത്. ബില്ലിനെതിരായ എതിർപ്പ് രൂക്ഷമാണെങ്കിലും പരിഷ്കരണത്തിന്റെ ആവശ്യകത അനിഷേധ്യമാണ്. ന്യായമായ ഭരണത്തിനായുള്ള BJPയുടെ പ്രതിബദ്ധതയും എല്ലാ സമുദായങ്ങൾക്കും നീതി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ സാംസ്കാരികവും മതപരവുമായ അഖണ്ഡത സംരക്ഷിക്കാനുള്ള പരിഷ്കാരങ്ങൾക്കായുള്ള ശ്രമങ്ങളെയും എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതിൽ BJP ഉന്നയിക്കുന്ന പ്രധാന വിമർശനങ്ങളിൽ ചിലതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. ജമീന്ദാരി സമ്പ്രദായം പാടെ തുടച്ചു നീക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും അന്യായമായ മറ്റൊരു ജമീന്ദാരി സമ്പ്രദായമാണ് വഖഫ് ബോർഡ് എന്ന ആക്ഷേപം ശക്തമാണ്. അതിലൊരൽപ്പം കാര്യമില്ലേ? ജനാധിപത്യ രാഷ്ട്രീയത്തിൽ മതത്തിന്റെ മറവിൽ ആരംഭിച്ച ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് രാജ്യത്തെ മൂന്നാമത്തെ ഭൂവുടമയാവാൻ സാധിച്ചത്? മറ്റെല്ലാ മതവിഭാഗങ്ങളുടെയും മതസ്വത്ത് തർക്കം സിവിൽ കോടതികളിൽ തീർപ്പാക്കുമ്പോൾ വഖഫ് സ്വത്ത് മാത്രം പ്രത്യേക വഖഫ് ട്രൈബ്യൂണലുകളിലൂടെ തീർപ്പാക്കുന്നതിലെ അനീതിയും ഭരണഘടനയുടെ അഖണ്ഡ രാഷ്ട്ര സങ്കല്പത്തെ തന്നെ ശിഥിലമാക്കുന്ന അപകട സ്ഥിതിയും സമൂഹം ചർച്ച ചെയ്തേ മതിയാകൂ. ഇസ്ലാമിക ന്യായശാസ്ത്രത്തിലെ ഒരധ്യായമാണ് വഖഫ്. വഖഫ് എന്നൊരു വാക്ക് ഖുറാനിലില്ല. പല ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും വഖഫ് എന്ന സംവിധാനം തന്നെയില്ല. ഹദീസുകളിലും ഇസ്ലാമിക നീതിശാസ്ത്രങ്ങളിലും മാത്രമാണ് ഇതിനെ സംബന്ധിച്ച പരാമർശങ്ങളുള്ളത്. അതുതന്നെ കയ്യിൽ എത്തിച്ചേർന്ന ഭൂമി എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് നൽകുന്ന ഉത്തരമായി സൂചിപ്പിച്ചതുമാണ്. ഭാരതത്തിൽ വഖഫ് എന്ന ആശയം ഇസ്ലാമിക ഭരണകാലത്ത് ഉടലെടുത്തതാണ്.
എന്താണ് മുനമ്പം വഖഫ് പ്രശ്നം എന്നതാണ് മറ്റൊരു ചോദ്യം. 2022 കൊച്ചിയുടെ പ്രാന്തപ്രദേശമായ മുനമ്പത്തെ തീരപ്രദേശത്തെ 610ഓളം കുടുംബങ്ങൾ അവരുടെ വ്യക്തിഗത സ്വത്തുക്കൾക്ക് ഭൂനികുതി അടക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയ കേസാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. 2019 വഖഫ് ബോർഡ് തങ്ങളുടെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചതായി ഗ്രാമവാസികൾ പറയുന്നു. എന്ന് വെച്ചാൽ വഖഫിന്റെ ഭൂമിക്ക് അവരെന്തിന് കരമടയ്ക്കണം? കരമടയ്ക്കാത്ത ഭൂമിയിൽ അവർക്കെങ്ങനെ നിയമപരമായി താമസിക്കാൻ സാധിക്കും? സങ്കീർണമായ പ്രശ്നമാണ് മുനമ്പത്തേത്. ഇപ്പോൾ വഖഫ് ബോർഡിന്റേത് എന്ന് പറയുന്ന എല്ലാ പ്രശ്നങ്ങളും രൂക്ഷവും സങ്കീർണവുമാണ്.